ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ സുൽഫത്ത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 ഐ വിൽ ഫ്ലൈ എന്ന ഒരു സ്പീച്ചാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം നടത്തിയൊരു സ്പീച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മള് യൂണിറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ശരിക്കും സൂക്ഷിച്ചു നോക്കുക. ഒരു ഹലോ, ഈ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു പിക്ചറിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, എന്താണ് കഴിയുന്നത് എന്ന് ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യൂ. ഈ ഒരു പിക്ചറിൽ നമുക്കൊരു ട്രോഫി പിടിച്ചു നിൽക്കുന്ന ഒരാളുണ്ട്. അതേപോലെ ഒരു ബോക്സ് ആയിട്ട് ബാക്കിൽ ഒരാള്, അതേപോലെ കയ്യിലൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിലൂടെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പറയൂ. ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ട്രോഫി പിടിച്ചു നിൽക്കുന്ന ആ വ്യക്തി അദ്ദേഹം എന്താണ് ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ റീച്ചിൽ അദ്ദേഹം എത്തി. അതുവരെ അദ്ദേഹം നടന്നു വന്ന വഴികളും അതിന്റെ ഓബ്സ്റ്റക്കിൾസും ഒക്കെയാണ് ഇതിലൂടെ വിവരിക്കുന്നത്. ഒന്നുമില്ലാത്തൊരു ഒരു രീതിയിലുള്ള ഒരു പിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആയി ഫൈനലി അദ്ദേഹം ആഗ്രഹിച്ച ആ ഒരു പൊസിഷനിലേക്ക് എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോകാം. സ്പീച്ച് APJ അബ്ദുൽ കലാം ഐ വിൽ ഫ്ലൈ എന്ന് പറഞ്ഞ സ്പീച്ചാണ്. നമുക്ക് ഓദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഹി വാസ് നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. നമുക്കറിയാം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ നമ്മൾ അറിയപ്പെടുന്നത്. ആൻഡ് വാസ് ആൻ ഇന്ത്യൻ എയറോസ്പേസ് സയന്റിസ്റ്റ് ആൻഡ് ദ 11th പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. 2002 to 2007 വരെ അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്നു. ബോൺ ഓൺ October 15, 1931 ഇൻ രാമേശ്വരം, തമിഴ്നാടിലെ രാമേശ്വരത്താണ് അദ്ദേഹം ജനിച്ചിരുന്നത്. ഹി വാസ് പാസ്ഡ് അവേ ഓൺ July 26, 2015. ഓക്കെ, ഇതൊരു ജസ്റ്റ് ഒരു ബ്രീഫാണ്. ഇനി നമുക്ക് ഓദറിനെ കുറിച്ച് ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സക്സസ് ഈസ് നോട്ട് അബൌട്ട് ടാലന്റ്. സക്സസ് എന്ന് പറയുന്നത് ടാലന്റ് മാത്രമല്ല, ഇറ്റ് ഈസ് അബൌട്ട് ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് ആൻഡ് ബിലീവിങ് ഇൻ യുവർ സെൽഫ്. ഓൾ ഓഫ് യു നീഡ് കോൺഫിഡൻസ് ടു ബിലീവ് യുവർ സെൽഫ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. എന്നാൽ നമുക്ക് ഹാർഡ് വർക്കും അതുപോലെ എനിക്ക് അത് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം, ഒരു പൊസിഷനിൽ എത്തണം എന്ന നമ്മുടെ ഒരു മനസ്സ് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്, ആ ഒരു മനസ്സിന് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അതിന് അത്രയും ഡെഡിക്കേഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരാനുള്ള ഒരു കോൺഫിഡൻസ് ഫസ്റ്റ് നമുക്ക് വേണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ഞാൻ നമ്മുടെ ചാപ്റ്ററിന്റെ ഒരു സമ്മറി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഈ ഒരു പിക്ചർ നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പൊ ഈ ഒരു സ്പീച്ചിലൂടെ അദ്ദേഹം മെയിൻലി പറയുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. സ്റ്റുഡൻസിനോടാണ് സ്പീച്ച് പറയുന്നത്, യൂത്തിനോട്, സ്റ്റുഡൻസിനോടൊക്കെയാണ് ഈ ഒരു സ്പീച്ച് അഡ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ സ്പീച്ച് ബൈ APJ Abdul Kalam. APJ Abdul Kalam was the former president of India and he was a famous scientist. നമുക്കൊക്കെ അറിയാം, ഇദ്ദേഹം ഇന്ത്യൻ പ്രസിഡന്റും അതുപോലെ ശാസ്ത്രജ്ഞനൊക്കെ ആണ്. In the beginning of the speech, he says, ignited mind of the youth. അദ്ദേഹം ഈ ഒരു സ്പീച്ചിന്റെ തുടക്കത്തിൽ പറയുന്നത് ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ആണ്. കാരണം യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സ്. ഇഗ്നൈറ്റഡ് മൈൻഡ് മീൻസ് ജ്വലിക്കുന്ന മനസ്സ്, ആളിക്കത്തുന്ന മനസ്സ്, അതാണ് ഓഫ് ദി യൂത്ത്. ആൻഡ് യൂത്ത് ഈസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സസ് ഓൺ എർത്ത്. യൂത്ത് എന്ന് പറയുന്നതാണ് മോസ്റ്റ് പവർഫുൾ റിസോഴ്സ്. നമ്മുടെ ഭൂമിയിലുള്ള ഏറ്റവും ശക്തിയുള്ള വിഭവം എന്ന് പറയുന്നത് യുവാക്കളുടെ ജ്വലിക്കുന്ന മനസ്സാണ്. ഇൻ ദിസ് സ്പീച്ച് ഡോക്ടർ കലാം ഷെയർസ് ഹിസ് എക്സ്പീരിയൻസ്. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ
നമുക്ക് പങ്കുവെക്കുന്നത്. ഓക്കെ, നമുക്കൊക്കെ ഓരോ എയിംസ് ഗോൾസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് ഇന്നതാവണം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾക്ക് ആരാവാനാണ് ആഗ്രഹം? ഡോക്ടർ, എഞ്ചിനീയർ, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ള കുട്ടികളാവും നിങ്ങൾ. ഓക്കെ, എനിക്കും നല്ല ആഗ്രഹമായിരുന്നു ടു ബിക്കം എ ഗുഡ് ടീച്ചർ. നിന്റെ ടീച്ചേഴ്സ് എന്നോട് ടീച്ചേഴ്സുമായിട്ട് എനിക്ക് സംസാരിക്കുമ്പോൾ അവരെന്നെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ എനിക്കൊരു 10th കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കൊരു ടീച്ചർ ആകണം എന്ന് അതിയായ ആഗ്രഹം വന്നത്. ആൻഡ് ഫൈനലി ഞാൻ ടീച്ചറായി കഴിഞ്ഞു. ഇപ്പൊ ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു ടീച്ചറായിട്ട് വന്നത്. അപ്പൊ നമ്മളുടെ അത്രയ്ക്കും എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ടീച്ചർ ആവാൻ. അതുപോലെ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മള് അതിനേറ്റൊക്കെ റിലേറ്റഡ് ചെയ്ത ഒരു സ്പീച്ചാണത്. ഓക്കെ, പിന്നെ he went to a village to inaugurate a program. അദ്ദേഹം ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വില്ലേജിലേക്ക് പോയതായിരുന്നു. The name of the program was ശാസ്ത്രയാൻ. അദ്ദേഹം ആ ഒരു പ്രോഗ്രാമിന്റെ പേര് ശാസ്ത്രയാൻ എന്നായിരുന്നു. There were 500 students and their family members as audience. അവിടെ ഒരു 500 വിദ്യാർത്ഥികളും അവരുടെ പേരൻസും ഒക്കെ ഓഡിയൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. ഹിസ് സ്പീച്ച് വാസ് ദ ടോപ്പിക് സയൻസ് എംപവേഴ്സ് ദി നാഷൻ. ശാസ്ത്രം രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നു എന്ന ഒരു ടോപ്പിക്കാണ് അവിടെ അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അദ്ദേഹം ആഫ്റ്റർ ഹിസ് ഇനാഗുറൽ അഡ്രസ്, അദ്ദേഹത്തിന്റെ ഇനാഗുറൽ അഡ്രസ്സിന് ശേഷം മെനി സ്റ്റുഡൻസ് റൈസ്ഡ് ദെയർ ഹാൻഡ്സ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ്, ഒരുപാട് കുട്ടികൾ, നമ്മൾ പറഞ്ഞു അബൌട്ട് 500 സ്റ്റുഡൻസും അവിടെ ഉണ്ട്. അപ്പൊ അതില് അദ്ദേഹത്തിന്റെ സ്പീച്ചിന് ശേഷം ഒരുപാട് കുട്ടികൾ റൈസ് ദെയർ ഹാൻഡ്സ്, അദ്ദേഹത്തിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ്സ് ഒക്കെ റൈസ് ചെയ്തു. ഡ്യൂ ടു ദി ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ടൈം, അദ്ദേഹത്തിന്റെ സമയപരിധി മൂലം he selected 12 students to ask questions. അദ്ദേഹം ഒരു 12 സ്റ്റുഡൻസിനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്തു. അത് എന്താണ്, ഒരു റാൻഡമായിട്ട് ബാക്കിൽ നിന്ന് മുന്നിലേക്ക് എന്നുള്ള പോലെ അദ്ദേഹം ഒരു 12 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. എ വില്ലേജ് ബോയ് ആസ്ക്ഡ് ഹിം എ ക്വസ്റ്റ്യൻ. അദ്ദേഹം ഒരു വില്ലേജ് ബോയ് അദ്ദേഹത്തോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആൻഡ് ഇറ്റ് വാസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു സ്പീച്ചിലൂടെ നമ്മൾ എന്താണ് മെസ്സേജ് എന്ന് പറയുന്നത്, ആ ഒരു കുട്ടിയുടെ ആ ഒരു ചോദ്യമായിരുന്നു. Here in this speech he shares that question of the boy and his answer to that question. അദ്ദേഹം ഈ സ്പീച്ചിലൂടെ ആ ചോദ്യം അതിനുള്ള ആൻസർ ആണ് നമ്മോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദ പ്രോബ്ലം ഓഫ് ദി ബോയ് വാസ് ഫിയർ ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടീന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫിയർ, പേടി, ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ധൈര്യക്കുറവ്. അതാണ് ആ ഒരു കുട്ടീന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ആൻഡ് ഹിസ് ഡ്രീം വാസ് ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഒരു മറൈൻ എഞ്ചിനീയർ ആവണം. അതേപോലെ ഹി ലൈക്ക് ടു ട്രാവൽ ഇൻ ഷിപ്പ്. ഷിപ്പിലൂടെ ട്രാവൽ ചെയ്യാൻ അതിയായി ആഗ്രഹിക്കുന്ന കുട്ടിയായിരുന്നു. ഹി വാണ്ടഡ് ടു ബിക്കം ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. ഷിപ്പിലെ ക്യാപ്റ്റൻ ആവണം. അതേപോലെ അങ്ങനെ വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ഫിയർ കാരണം അവന് ബുദ്ധിമുട്ടായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ഷുവർ ദാറ്റ് വുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീംസ്. അപ്പൊ അവന് ഇങ്ങനെയുള്ള വലിയ വലിയ സ്വപ്നങ്ങൾ അവനുണ്ടെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ കഴിയുമോ എന്നൊരു സംശയത്തിലായിരുന്നു അവനുണ്ടായിരുന്നത്. കാരണം വലിയ ആഗ്രഹങ്ങളാണ്, പക്ഷെ എന്നെ കൊണ്ട് ഇത് കഴിയോ, ഞാൻ ഇതുവരെ ക്ലാസ്സിലൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞാന് എല്ലാവരുമായിട്ട് അത്രക്ക് മിങ്കിളല്ല, ഞാൻ അത്രക്ക് സംസാരിക്കൂല, എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ എനിക്ക് എത്താൻ പറ്റുമോ, അങ്ങനൊക്കെ ഭയങ്കര ഡൗട്ടായിരുന്നു ഒന്നുണ്ടായിരുന്നു. ഹിസ് ക്വസ്റ്റ്യൻ ടു കലാം വാസ് ഹൗ കുഡ് ഹി അച്ചീവ് ഹിസ് ഡ്രീം. ഞാൻ എങ്ങനെയാണ് എന്റെ ഡ്രീം അച്ചീവ് ചെയ്യുക, ഇതായിരുന്നു കുട്ടി കലാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്.
ഈ ആഗ്രഹം എങ്ങനെ നേടിയെടുക്കാം? അതായിരുന്നു അവന്റെ ക്വസ്റ്റ്യന്. ഈ സമയം എല്ലാവരും മറുപടിക്കായി കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടിക്കായിട്ട് എല്ലാവരും കാത്തിരുന്നു. കാരണം എന്താണ് അദ്ദേഹം തിരിച്ചു പറയുക, അതായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. The audience was looking at Dr. Kalam to hear his answer. അദ്ദേഹത്തിന്റെ ആൻസറിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരുന്നു. ഓക്കെ. Dr. Kalam recited a beautiful poem as an answer to his question. അദ്ദേഹം ഒരു മനോഹരമായ ഒരു കവിത ആലപിച്ചു, റിസൈറ്റ്. The title of the poem was I Will Fly. ഞാൻ പറക്കും. അതായിരുന്നു I Will Fly എന്നായിരുന്നു ആ ഒരു പോമിന്റെ ടൈറ്റിൽ. The theme of the poem was confidence. ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആയിരുന്നു. Through this poem, Kalam provides confidence to the boy and the audience to achieve their dreams. ഈ പോയത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് ആ ബോയ്ക്കും ആ ഒരു ഓഡിയൻസിനും കോൺഫിഡൻസ് കിട്ടാനുള്ള ഒരു പോയായിട്ട് ആയിരുന്നു ആ ഒരു അപ്പം അതാണ്. അതേപോലെ ഓഡിയൻസിനാണെങ്കിലും ആ ബോയ്ക്കാണെങ്കിലും അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന, ഒരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു പോമാണ് അദ്ദേഹം അവിടെ റിസൈറ്റ് ചെയ്തത്. ഓക്കെ. ഈ ഒരു അനുഭവമാണ് ഈ സ്പീച്ചിലൂടെ നമ്മളോട് ഡോക്ടർ കലാം നമ്മളോട് ഷെയർ ചെയ്യുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി സ്പീച്ച്, ഈ ഒരു പോമിന് ശേഷം എൻഡ് ഓഫ് ദി സ്പീച്ച് ഹി സേസ് us ടു ബിക്കം യുണീക്ക് ഇൻ അവർ ലൈഫ്. ഈ ഒരു ആഫ്റ്റർ പോയതിനു ശേഷം ഈ സ്പീച്ചിന്റെ അവസാനത്തിൽ അദ്ദേഹം നമ്മോട് പറയുന്നത് ടു ബിക്കം യുണീക്ക്. നമ്മൾ യുണീക്ക് ആവണം. യുണീക്ക് മീൻസ് അതുല്യമാവണം. ഒരു യുണീക്ക് ആവാൻ നമുക്ക് എന്താ വേണ്ടത്? നമ്മൾ അതുല്യമാവാൻ നമുക്ക് എന്താ വേണ്ടത്? ടു ബിക്കം യുണീക്ക്, ഡോണ്ട് ഫോളോ അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരെ ഫോളോ ചെയ്യരുത്. നമ്മള് എല്ലാവരും സെലക്ട് ചെയ്ത മാർഗം, എല്ലാവരും പോയൊരു മാർഗം, അന്ന് ഞാനും അതിലൂടെ പോവാം, അതാവരുത് നമ്മളിത്. സംതിങ് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ അതിലൂടെ എത്തിപ്പെടാൻ ശ്രമിക്കണം. ആ ഒരു ഇതാണ് പറയുന്നത്. വി ഷുഡ് വർക്ക് ഹാർഡ് ടിൽ വി അച്ചീവ് അവർ ഗോൾസ്. നമ്മൾ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യും വരെ നമ്മള് വി ഷുഡ് വർക്ക് ഹാർഡ്. നമ്മള് വർക്ക് ഹാർഡ് ചെയ്തേ മതിയാവും. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചില്ലേ നിങ്ങൾക്കൊക്കെ ഒരു ഗോൾസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു ഗോള്, നിങ്ങൾ ആഗ്രഹിച്ച ഗോൾക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ജസ്റ്റ് എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിന് നമ്മൾ എന്തെല്ലാം കടമ്പകൾ കടക്കണം, എന്തെല്ലാം പഠിക്കണം, അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയൊക്കെ ആലോചിക്കുക. എന്നിട്ട് നമുക്ക് തന്നെ എനിക്ക് എത്തിപ്പെടണം, ആ ഒരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ടോട്ടല് സമ്മറി ആയിട്ട് പറയുന്നത്. സമ്മറിന്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു നോട്ട് ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം എന്താണെന്ന് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത് മെയിൻ തീം എന്ന് പറയുന്നത് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ബിലീവ് യുവർ സെൽഫ്, അതൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പോ നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ഓക്കെ. നിങ്ങളുടെ എല്ലാവരുടെ കയ്യില് ടെക്സ്റ്റ് ഉണ്ടാവും അല്ലേ? ടെക്സ്റ്റ് ഞാനൊന്ന് നോക്കാം. ഐ വിൽ ഫ്ലൈ. Can you, is it visible? I think it is visible. Okay, let's examine what Dr. APJ Abdul Kalam has to tell us about being successful and unique. നമ്മൾ സക്സസ്ഫുൾ ആവാനും അതുല്യമാവാനും യുണീക്ക് ആവാനും എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാമാണ് അതിനു വേണ്ടിയിട്ട് ഡോക്ടർ APJ അബ്ദുൽ കലാം നമ്മോടൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു സ്പീച്ചിലൂടെ നോക്കാം. ഐ വിൽ ഫ്ലൈ, ഞാൻ പറക്കും. When I wish upon a star makes no difference who am, anything my heart desire will come to me.
ഇതൊരു ഒരു 4 വരിയിലുള്ള ഒരു മനോഹരമായ അർത്ഥവത്തായ ഒരു പോമാണ്, ചെറുതായിട്ട്. When I wish upon a star makes no difference who am, anything my heart desire will come true. അതെന്താണ് പറയുന്നത്? ഞാനൊരു സ്റ്റാർ ആവാൻ ആഗ്രഹിച്ചാൽ, ഐ വിഷ് അപ്പോൺ എ സ്റ്റാർ, ഞാനൊരു സ്റ്റാർ ആവാൻ ആഗ്രഹിച്ചാൽ, ഞാൻ ആരുമായിക്കോട്ടെ, മേക്സ് നോ ഡിഫറൻസ് ഹു ആം, ഞാൻ ആരുമായിക്കോട്ടെ, ഞാൻ എനിക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ, എനിത്തിങ് മൈ ഹാർട്ട് ഡിസൈർസ്, എന്തെങ്കിലും എന്റെ മനസ്സ് അതിയായി ആഗ്രഹിച്ചാൽ, എന്റെ ഹൃദയം അതിയായി ആഗ്രഹിച്ചാൽ, വിൽ കം ടു മീ, അതെന്നിലേക്ക് വരും, തീർച്ചയായും അതെന്നിലേക്ക് വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം നമ്മൾ അതിയായി ആഗ്രഹിച്ചാൽ അത് നമ്മളെ തേടിയെത്തും. അതിനുവേണ്ടി ആഗ്രഹം മാത്രം പോരാ, നമ്മള് ഹാർഡ് വർക്കും കൂടി ചെയ്യണം. ഓക്കെ, അപ്പോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഡിയർ ഫ്രണ്ട്സ്, ഇവിടെ ഡിയർ ഫ്രണ്ട്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. മീൻസ് ഹി അഡ്രസ് യൂത്തിനെയാണ് അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഐ റിയലൈസ് ഹൗ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദി യൂത്ത് in the past have continuously contributed to the world of today in many fields. വ്യത്യസ്ത ഫീൽഡുകളിൽ നിന്ന് യുവാക്കള് എത്രത്തോളം സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്, തുടർച്ചയായി എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് ഈ ലോകത്തിന് തന്നിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. മീൻസ് യുവാക്കള് വ്യത്യസ്ത മേഖലയിൽ, ഏത് മേഖല ആയിക്കോട്ടെ, തൊഴിൽ മേഖലയിൽ, ഏത് മേഖല ആയിക്കോട്ടെ, എല്ലാത്തിലും യൂത്തിന്റെ ഒരു സാന്നിധ്യം എത്രത്തോളം ഉണ്ട്, അത് അവരിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അത് ലോകത്തിന് അവര് എന്തെല്ലാം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐ വുഡ് ലൈക്ക് ടു അസേർട്ട്, ഞാൻ ഇവിടെ പ്രസ്താവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ദാറ്റ് നോ യൂത്ത് ടുഡേ നീഡ്സ് ടു ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ. യൂത്ത് ഭാവിയെ കുറിച്ച് കൂടുതൽ ഫിയർ ആവേണ്ട, പേടിക്കേണ്ടതില്ല, കൂടുതൽ വെറീഡ് ആവേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ ഇതിലൂടെ പ്രസ്താവിക്കുന്നത്. വൈ? എന്തുകൊണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ്? നമുക്കൊക്കെ ഇപ്പൊ ടെൻഷൻ ഉണ്ട്. എന്താ, ഞാൻ ഭാവിയിൽ എന്താവും, എനിക്ക് പോലീസ് ആവണം, ടീച്ചർ ആവണം, എഞ്ചിനീയർ ആവണം, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുമോ, അങ്ങനെ ഞാൻ അതെത്തൂലേ, എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ആഗ്രഹങ്ങളൊക്കെ ഒരുപാടില്ലേ? അപ്പോ നമുക്ക് എന്നിട്ട് വേണം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണോ, വീട്ടില് എല്ലാവരും നല്ല രീതിയിൽ നോക്കണം, അങ്ങനെയൊക്കെ. പിന്നെ വീട് വേണം, കാർ വേണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻക്ക് എത്തണം എന്നുള്ള ആ ഒരു ആഗ്രഹം അതുകൊണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് അതിനൊക്കെ ഒരുപാട് പഠിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നുണ്ട്, വി നീഡ് നോട്ട് ഫിയർ എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ട്? വൈ? എന്തുകൊണ്ടാണ് നമ്മള് ഫിയർ ആവേണ്ടെന്ന് പറയുന്നത്? അതിനുള്ള ആൻസർ ആണ്, ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് is the most powerful resource on the earth, under the earth and above the earth. അദ്ദേഹം പറയുന്നത് ഭൂമിയില്, ഭൂമിക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും ഭൂമിയില് ഏറ്റവും പവർഫുൾ ആയ റിസോഴ്സ് മീൻസ് ഉറവിടം, പവർഫുൾ ആയ ഉറവിടം എന്ന് പറയുന്നത് യൂത്തിന്റെ ഇഗ്നൈറ്റഡ് മൈൻഡ് ആണ്. ഇഗ്നൈറ്റഡ് മൈൻഡ് മീൻസ് ജ്വലിക്കുന്ന മനസ്സ്, ആളിക്കത്തുന്ന മനസ്സ്. അതിന്റെ ഇഗ്നൈറ്റഡ് മൈൻഡിന്റെ അതിന്റെ മീനിങ് വേണമെങ്കിൽ എഴുതി വെക്കാം, ആളിക്കത്തുന്ന മനസ്സ്. ഓക്കെ, അപ്പം അത്രയും ആഗ്രഹിക്കുന്ന ഒരു മനസ്സുള്ള ഒരു യുവാവിന് അല്ലെങ്കിൽ ഒരു യുവത്വത്തിലുള്ള ഒരു വ്യക്തിക്ക്, അദ്ദേഹത്തിന് ഈ ലോകത്ത് അത് തന്നെയാണ് ഏറ്റവും പവർഫുൾ ആയ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. മീൻസ് നമുക്ക് എവിടെങ്കിലും എത്തിപ്പെടണം എന്നുള്ള ആ ആഗ്രഹം, അത് തന്നെയാണ് ഏറ്റവും വലിയ ആയുധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്രയുള്ളൂ. ഡിയർ യങ് ഫ്രണ്ട്സ് എന്നാണ് അവിടെ അദ്ദേഹം അഡ്രസ് ചെയ്യുന്നത്. യങ് ഫ്രണ്ട്സ്, ഐ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു ഓൺ ദി ടോപ്പിക് ഐ ആം ബോൺ വിത്ത് വിങ്സ്. ചിറകുമായാണ് ഞാൻ ജനിച്ചത് എന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് നമ്മളേക്ക് അദ്ദേഹം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്.
അതില് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡസ് കലാം സേ ദാറ്റ് നോ യൂത്ത് നീഡ്സ് ടു ഫിയർ അബൌട്ട് ദി ഫ്യൂച്ചർ? നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് യൂത്തിന് ഫ്യൂച്ചറിനെ കുറിച്ച് കൂടുതൽ വറീഡ് ആവേണ്ട, ഒന്ന് പറയാം, ഫിയർ വേണ്ട എന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ ആൻസർ എന്താണ്? ദ ഇഗ്നൈറ്റഡ് മൈൻഡ് ഓഫ് ദി യൂത്ത് ഇസ് ദ മോസ്റ്റ് പവർഫുൾ റിസോഴ്സ് ഓൺ ദി എർത്ത്. ഓക്കെ, അതാണ്. അത് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മള് സെക്കൻഡ് പാരഗ്രാഫ് പോവാണ്. ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, I went to a village to inaugurate a program called Shastrayan, which means the propagation of science. Program ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടെന്നാണ്. ശാസ്ത്രയാൻ മീൻസ് ഓഫ് സയൻസ്, സയൻസിനെ പ്രതിപാദിക്കുക, പ്രചരിപ്പിക്കുക. ആ ഒരു മീനിങ് ആണ് ശാസ്ത്രയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താണ്? ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ. ശാസ്ത്രയാന്റെ ദൗത്യം എന്ന് പറയുന്നത് എന്താ? വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നും മേഖലകളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള 2000-ഓളം സ്റ്റുഡൻസിനെ, സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അതേപോലെ ക്വാളിഫൈഡ് മാനേജേഴ്സ്, സിവിൽ സർവൻസ്, അങ്ങനെ വ്യത്യസ്തമായ ഫീൽഡിക്ക് അവരെ ഏബിൾ ആക്കാം, അവരെ അതിലേക്ക് കഴിവുള്ളവരാക്കാം എന്നുള്ള ആ ഒരു മിഷൻ, അതായിരുന്നു ആ ഒരു ശാസ്ത്രജ്ഞന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അവര് അതിലേക്ക് അവർക്ക് വേണ്ട മോട്ടിവേഷൻസ്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്ത് അവര് അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ അതിന് ഏബിൾ ആക്കുക, റെഡി ആക്കുക എന്നുള്ള ഒരു മിഷൻ ആയിരുന്നു ശാസ്ത്രയാൻ എന്ന മിഷന്റെ ദൗത്യം എന്ന് പറയുന്നത്. ഓക്കെ, മിഷൻ പറയുന്നുണ്ട്. ദ മിഷൻ ഓഫ് ശാസ്ത്രയാൻ വാസ് ടു എൻഷുർ ദ പ്രിപ്പറേഷൻ ഓഫ് അബൌട്ട് 2000 students from different schools towards making them eligible to be engineers, scientists, doctors, qualified managers and civil servants. Okay, നമ്മൾ പറഞ്ഞു. This action would in turn empower about 2000 families of the village. My inaugural address to a mixed audience consisting of 5000 students and their family members. അപ്പം ഈ ഒരു മിഷനുമായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് ആയിട്ട് 500ഓളം കുട്ടികളും അവരുടെ പാരന്റ്സും ഒക്കെ ആയിട്ട് ഒരു 2000ഓളം ഓഡിയൻസ് അന്നവിടെ ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഒരു ഇനാഗുറൽ പ്രോഗ്രാമിന് അവിടെ വന്നു കൂടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് വാസ് ദ ടോപ്പിക്, ആ സമയത്ത് ടോപ്പിക് എന്ന് പറയുന്നത് സയൻസ് എംപവേഴ്സ് ദ നാഷൻ. എന്താണ്? ശാസ്ത്രം രാഷ്ട്രത്തെ ശാക്തീകരിക്കുന്നു എന്നതാണ് ആ ഒരു പ്രോഗ്രാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, 2000ഓളം ഓഡിയൻസ് ഉണ്ട്, 500ഓളം വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ആഫ്റ്റർ മൈ അഡ്രസ്, നമ്മള് സെക്കൻഡ് പാരഗ്രാഫ് കഴിഞ്ഞു, നമ്മൾ തേർഡ് പാരഗ്രാഫ് ആണ് പോണത്. After my address, hundreds of hands were raised for asking questions. അതിനുശേഷം 100കണക്കിന് കൈകൾ ഉയർന്നു. എന്തിന്? ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് ഒരു ഇത് കഴിഞ്ഞ ഹാൻഡ്സ് റേസ് ചെയ്യും അല്ലെ, കൈ പൊന്തിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ് ആണ് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് ഉയർന്നത്. Due to the limited availability of time, I selected 12 students at random. അദ്ദേഹം ഒരു റാൻഡായിട്ട് ഒരു 12 സ്റ്റുഡൻസിനെയാണ് സെലക്ട് ചെയ്തത്. ബിക്കോസ് അത്രത്തോളം ടൈം ഉണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളുടെയും
ഡൗട്ട്സ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടുള്ള ടൈം ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഫ്രം ദ ലാസ്റ്റ് റോ ദ ഫസ്റ്റ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ബേക്കുന്ന മുന്നിൽ ലാസ്റ്റ് റോന്ന് ഫസ്റ്റിലേക്ക് എന്നുള്ള ആ ഒരു ക്രമത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ. I would like to share with you one question of great concern which was asked by a student. അപ്പൊ അദ്ദേഹം ഈ ഒരു നമുക്ക് അദ്ദേഹം ഇമ്പോർട്ടന്റ് കൺസേൺ ഉണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. ആ ഒരു ക്വസ്റ്റ്യൻ എന്താ നോക്കാം. ദ ക്വസ്റ്റ്യൻ വാസ് ഫാർ അവേ ഫ്രം എ ഫാർ അവേ വില്ലേജ്. അപ്പം ടീനേജർ ആണ്, ഒരു വില്ലേജ് ബോയ് ആണ്. He was nervous and a typical representative of the youth of India. Indian സാധാരണ പ്രതിനിധിയായിട്ട് ഒരു ടിപ്പിക്കൽ ആണത്. ഭയങ്കര പേടി എവിടെയാണ്? ഓക്കെ, കണ്ടോ? The boy began speaking. അങ്ങനെ ബോയ് ബിഗാൻ സ്പീക്ക് ചെയ്യാണ്. ഒരു മിനിറ്റ്. Sir, I don't know what I should ask. സാർ, എനിക്കറിയില്ല എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയണം. കാരണം ഒരുപാട് ആഗ്രഹമുണ്ട് കുട്ടിക്ക്, പക്ഷെ എങ്ങനെ ചോദിക്കും എന്നുള്ള ആ ഒരു ഫിയർ അവന് നന്നായിട്ടുണ്ട്. ഓക്കെ. സർ, ഐ ഡോണ്ട് നോ വാട്ട് ഐ ഷുഡ് ആസ്ക്. ഞാൻ എന്താണ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ ആം നെർവസ്. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഐ ഹാവ് നോട്ട് ആസ്ക്ഡ് എനി ക്വസ്റ്റ്യൻ ഇൻ മൈ ക്ലാസ്. ഞാൻ ഇതുവരെ എന്റെ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടില്ല. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്. എനിക്ക് ആവശ്യം എന്താണ്? കോൺഫിഡൻസ് ആണ് എനിക്ക് ആവശ്യം. ഐ നീഡ് ടു ഹാവ് കോൺഫിഡൻസ്, ബട്ട് ഐ ഹാവ് നോട്ട് ഗെയിൻഡ് അറ്റ് കോൺഫിഡൻസ് ത്രൂ മൈ എഡ്യൂക്കേഷൻ ഡ്യൂറിങ് ഓൾ ദീസ് ഇയേഴ്സ്. പക്ഷെ എന്താണ് അവന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്? എനിക്ക് എന്താണ് കോൺഫിഡൻസ് നേടാൻ കഴിഞ്ഞിട്ടില്ല. ഗെയിൻ മീൻസ് ആർജിക്കുക, നേടുക എന്നൊക്കെയാണ് കേട്ടോ. he can't gain any confidence. ഓക്കെ. അവന് പറയുന്നത് എന്താ? ഇത്രയും വർഷത്തിനിടയിലുള്ള വിദ്യാഭ്യാസത്തില് അവനൊരു കോൺഫിഡൻസ് നേടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ആഗ്രഹമുണ്ട്, മനസ്സിൽ അതിയായ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എല്ലാം പേടിയാണ്, പറയാൻ പേടിയാണ്. ഓക്കെ. അവനൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഞാൻ മീൻസ് ആ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കത് നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, എനിക്കതിന് കഴിയില്ല, ഞാനത് ചെയ്താൽ എന്താവും, റെഡി ആവില്ല, എല്ലാരും എന്നെ ശ്രദ്ധിക്കും, പിന്നെ എനിക്ക് ഒന്നിനും പറ്റൂല. ആ ഒരു മൈൻഡ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് ഈ കുട്ടിക്കുള്ളത്. പക്ഷെ അവന് അതിയായി വലിയൊരു പൊസിഷനിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ട് താനും. ഓക്കെ. gained any confidence from, okay, I am afraid to talk to my teachers. എനിക്ക് ഭയമാണ്, എനിക്ക് എന്റെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ ഭയമാണ്. I am afraid to talk to my friends. എനിക്ക് എന്റെ ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കാൻ ഭയമാണ്. Whenever I talk, ഞാൻ എപ്പോ സംസാരിക്കുകയാണെങ്കിലും I compare myself with other students. ഞാന് എപ്പോ സംസാരിക്കുകയാണെങ്കിലും ഞാൻ എന്നെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്യും, കമ്പയർ ചെയ്യും വിത്ത് അതർ സ്റ്റുഡൻസ്. മറ്റു കുട്ടികളുമായിട്ടാണ് ഞാൻ എന്നെ തന്നെ ഒന്ന് വിലയിരുത്തുക. എന്ത്? ആൻഡ് ദെയർ എലഗന്റ് ഡ്രസ്സ്, അവരുടെ ഡ്രസ്സിന്റെ ഡീസൻസി. എന്നാൽ അവരൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ലൊരു ലുക്കിലാണ്, ഞാൻ അത്രത്തോളം ഓക്കെ അല്ല. അപ്പം ഞാൻ ചോദിച്ചത് അവനെന്താ ഒരു മോശം, അവന് മോശമാണ്, മറ്റുള്ളവർ ഓക്കെയാണ്, ഉഷാറാണ് എന്നുള്ള ആ ഒരു ജഡ്ജ്മെന്റ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആ ഒരു തരത്തിലുള്ള ജഡ്ജ്മെന്റ് നമ്മളെ ലൈഫിൽ ഒഴിവാക്കണം. കാരണം അങ്ങനെ ജഡ്ജ് ചെയ്താല് നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺഫിഡന്റ് ആവാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ഒരിക്കലും നമുക്ക് എത്തിപ്പെടാന് ആ ഒരു മൈൻഡ് ആണെങ്കിൽ നമുക്കുണ്ടാവില്ല. ഓക്കെ. പ്ലീസ് ടെൽ മീ, പറഞ്ഞു തരൂ. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. എനിക്ക് മറൈൻ എഞ്ചിനീയർ ആവണം.
അവന് മറൈൻ എഞ്ചിനീയർ ആവാനാണ് അവൻ ആഗ്രഹം. അപ്പൊ അതിന് എന്താണ് ഒരു സൊല്യൂഷൻ ആണ് അവന് പറയുന്നത്, അത് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് പറയുന്നുണ്ട്. ഐ വാണ്ട് ടു ബിക്കം എ മറൈൻ എഞ്ചിനീയർ. ഐ വാണ്ട് ഐ വാണ്ട് ടു ട്രാവൽ ഇൻ എ ഷിപ്പ്. എനിക്ക് ട്രാവൽ ചെയ്യണം, എന്തില്, ഷിപ്പിൽ ട്രാവൽ ചെയ്യണം. അതേപോലെ ഐ വാണ്ട് ടു ബി ദ ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ്. എനിക്ക് ഷിപ്പിന്റെ ക്യാപ്റ്റൻ ആവണം എന്നാണ് പറയുന്നത്. അപ്പൊ അവന് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അതുപോലെ ഐ വാണ്ട് ടു ബിൽഡ് ദ എൻജിൻ ഓഫ് ദി ഷിപ്പ്. ഷിപ്പിന്റെ എൻജിനൊക്കെ ബിൽഡ് ചെയ്യാന്, അങ്ങനെ ആ ഒരു ഷിപ്പ് മറൈൻ എഞ്ചിനീയറിംഗിനാണ് അവന് അതിയായ ആഗ്രഹം. ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ. ഷാൾ ഐ, എനിക്ക് പറ്റുമോ, ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ് സർ, എനിക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റുമോ സാറ്. ഹൗ ക്യാൻ ഐ അച്ചീവ് ദിസ് മിഷൻ, എന്റെ ഈ ഒരു ദൗത്യം എനിക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക, എനിക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നാണ് അവൻ ചോദിക്കുന്നത്. വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന് ഒരു സൊല്യൂഷന് എന്നുള്ള പോലെയാണ് പറയുന്നത്. വെൻ ദ ബോയ് കംപ്ലീറ്റഡ് ദ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം, അവനത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, ദ എൻറ്റർ ഓഡിയൻസ് ആൻഡ് ദ dignitaries on the dais, including the chief minister, were looking at me. ഈ ഒരു ക്വസ്റ്റ്യനു ശേഷം അവിടെ കൂടിയ എല്ലാ എല്ലാ വ്യക്തികളും, ഇൻക്ലൂഡിങ് ചീഫ് മിനിസ്റ്റർ അടക്കം, ഞാൻ എന്താണ് മറുപടി കൊടുക്കുക എന്നാണ്, ഇതിന്റെ മറുപടി എന്താവും, ഈ ഇത്രയും വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ക്വസ്റ്റ്യന് ഞാൻ എന്ത് മറുപടി കൊടുക്കും എന്ന ഒരു അതിയായ അതിന്റെ ഒരു റിപ്ലൈ കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ലുക്കിംഗ് അറ്റ് മീ ആണ്, എല്ലാവരും എന്നെ നോക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, എന്താവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക, നിങ്ങൾക്ക് ഹാവ് യു എനി ഗസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഞാൻ ഇതിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവും അല്ലേ. വാട്ട് were looking at me, wondering what Kalam was going to say to the sincere question of a young village boy. ആ യങ് വില്ലേജ് ബോയിന്റെ സിൻസിയർ ക്വസ്റ്റ്യൻ, ആത്മാർത്ഥമായ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഈഗളി വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ആ ഒരു വെയിറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയുള്ളത് ഒന്നുകൂടി നമ്മൾ കൺക്ലൂഡ് ചെയ്യാം. മീൻസ് നമ്മൾ ഇത്ര എടുത്തത് ഏകദേശം നിങ്ങളൊന്ന് നോക്കി ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അതേപോലെ എല്ലാവരും ഒന്ന് മൈൻഡിൽ കൊണ്ടുവരിക. നമ്മൾ ഇത്രയും പറഞ്ഞല്ലോ, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുന്നത് വരെ നമ്മൾ എന്തൊക്കെ എടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ആലോചിച്ച് നോക്കും. ആദ്യം നമ്മള് അബ്ദുൽ കലാം സാറിനെ കുറിച്ച് പറഞ്ഞു. അതേപോലെ ഞാനൊരു ഇമേജ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇമേജിൽ സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ ചാലഞ്ച് മാത്രം പോരാ, കോൺഫിഡൻസ്, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക് എല്ലാം സക്സസിന് ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞു. മാത്രമല്ല മെയിൻലി ബിലീവ് ഇൻ യുവർ സെൽഫ്, നമ്മളിൽ വിശ്വസിക്കണം. അതേപോലെ കോൺഫിഡന്റ് ആവാൻ ഫസ്റ്റ് നമ്മളിൽ വിശ്വസിക്കണം, അതൊക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്പീച്ചിലേക്ക് വരികയാണ്. ഫസ്റ്റ് നമ്മൾ ഒരു 4 വരി പോമാണ് കണ്ടത്. അതിൽ അദ്ദേഹം പറയുന്നത്, പോം പറയുന്നത്, എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും നമ്മളെ ആരുമായിക്കോട്ടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മള് അടുത്തേക്ക് ആ ആഗ്രഹം നമ്മെ തേടി എത്തും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അദ്ദേഹം ഡോക്ടർ APJ അബ്ദുൽ കലാം യൂത്തിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം യുവാക്കള് മെനി ഫീൽഡിൽ വ്യത്യസ്ത വിഭാഗത്തിൽ നൽകുന്ന സംഭാവനകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത്, നമ്മള് യൂത്ത് ഫ്യൂച്ചറിനെ കുറിച്ച് need not worry because the ignited mind of the youth എന്ന് പറയുന്നത് മോസ്റ്റ് പവർഫുൾ റിസോഴ്സസ് ഓൺ ദി എർത്ത് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കാണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക് മീ ആൻഡ് ഐ വിൽ ക്ലിയർ യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ.
യുവർ ഡൗട്ട്സ്. ഓക്കെ. ദെൻ അദ്ദേഹം പറയുന്നത് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഐ ഐ ആം ബോൺ വിത്ത് വിങ്സ്, ചിറകുമായാണ് ഞാൻ ജനിച്ചത് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സ്പീച്ച് ഈ സ്പീച്ച് ഡെലിവറി ചെയ്യുന്നത്. അതിനെ കുറിച്ചാണ്. പിന്നെ അദ്ദേഹം കഴിഞ്ഞ വർഷം അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്യുന്നത് ഉണ്ട്. കഴിഞ്ഞ വർഷം അദ്ദേഹം ഒരു ഇനാഗുറേഷൻ ഫംഗ്ഷന് പോയതും, ഇനാഗുറൽ ഫംഗ്ഷന്റെ പേര് ശാസ്ത്രയാനാണ്, മീൻസ് പ്രൊപ്പഗേഷൻ ഓഫ് സയൻസ്. അതിന്റെ മിഷൻ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഇനാഗുറൽ അഡ്രൻസിന് ശേഷം ഒരുപാട് കുട്ടികൾ ഡൗട്ട്സുമായിട്ട് വന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അങ്ങനെ അദ്ദേഹം സെലക്ട് ചെയ്ത 12 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിയുടെ ഡൗട്ടാണ് അദ്ദേഹം ഇവിടെ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യന് ഇതാണ്: ഒരുപാട് ആഗ്രഹമുണ്ട്, മറൈൻ എഞ്ചിനീയറിംഗ് ആഗ്രഹമുണ്ട്, പക്ഷെ അവന് പേടിയാണ്, കോൺഫിഡന്റ് അല്ല. ഹൗ ഹി ഗെയിൻ കോൺഫിഡൻസ്, അതാണ് അവന്റെ കൺസേൺ ആണ്. ഇപ്പൊ നമ്മള് അതുവരെയാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ പറയേണ്ടത് ഈ ഒരു ഇതിൽ നോക്കൂ. വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ? എന്താണ് ആ ബോയിന്റെ കൺസേൺ എന്ന് പറയുന്നത്? അതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്താണ് വാട്ട് വാസ് ദ ബോയ്സ് കൺസേൺ? എന്തായിരുന്നു? ഷാൾ ഐ ബി ഏബിൾ ടു ഡു ഓൾ ദീസ്? എനിക്കിതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവന്റെ കൺസേൺ. അവന് എന്താവണം എന്നാണ് ആഗ്രഹം? നമ്മൾ പറഞ്ഞു, മറൈൻ എഞ്ചിനീയറിംഗിനാണ് ആഗ്രഹം. ഷിപ്പില് ഒരുപാട് യാത്ര ചെയ്യണം, ഷിപ്പിന്റെ എഞ്ചിൻസ് ഒക്കെ അവന് ബിൽഡ് ചെയ്യാന് ആഗ്രഹമുണ്ട്. പക്ഷെ എങ്ങനെ എത്തിപ്പെടും, അവനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ, അതൊക്കെയാണ്. ഹൗ ക്യാൻ അച്ചീവ് ദിസ് മിഷൻ? അവന്റെ ആ ഒരു ദൗത്യം, അവന്റെ മിഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? വാട്ട് ഷുഡ് ഐ ഡു? അത് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവന്റെ കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്ന്, അദ്ദേഹം എന്താണ് അവന് മറുപടി പറഞ്ഞു കൊടുത്തത്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മള് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് ഈ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്ത അതുവരെ നന്നായിട്ട് വായിക്കണം. അതിൽ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക. അതിന്റെ ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ, നിങ്ങൾക്ക് സ്വയം പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ജസ്റ്റ് ഒരു റഫ് ആയിട്ട് ആൻസർ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു ചെറിയൊരു സമ്മറി ഓഫ് ദി സ്പീച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്ത ടോപ്പിക്സ്, ഞാൻ എടുത്ത അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ക്ലിയർ ചെയ്യും. പിന്നെ അതുപോലെ നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് പല പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് ഈ ഒരു ചാപ്റ്റർ മൊത്തം കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് നല്ലൊരു ഇതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം, അതിന്റെ ആൻസേഴ്സും തരാം. അപ്പൊ അത് കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, പിന്നെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ എന്താ, ഓക്കെ, ഞാൻ പോകും. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് വൈൻഡ് അപ്പ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.